ഇപ്രാവശ്യം കാലാവസ്ഥയുടെ പ്രശ്നം കൂടെ മാങ്ങയൊക്കെ താമസിച്ചുണ്ട്. എന്നാലും ഉണ്ട്, മാങ്ങ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം മാർച്ച് ഏപ്രിലായി, മാർച്ച് ഇപ്പം മെയ് മാസമായി, മെയ് ലാസ്റ്റ. ഇതെല്ലാം മാങ്ങ മൂത്തു. അടുത്ത ആഴ്ച എല്ലാം പറിക്കാനാവും. അങ്ങനെ കാലാവസ്ഥ കൊണ്ട് ഇങ്ങനെ മാറിപ്പോകുന്ന പ്രകൃതിയുടെ ഒരു കളിയാണ്. അതിനും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെൻ്റെ മാവാ, മാങ്ങ തോട്ടം. എനിക്ക് 2 ഏക്കർ സ്ഥലം പുള്ളി തോട്ടമാക്കി ഞാൻ തോട്ടമാക്കി. കണ്ടോ, അതൊരു ചുവന്ന മാങ്ങ. അത് എല്ലാ പ്രാവശ്യവും ആദ്യം കായ്ക്കുന്നു. ഇപ്രാവശ്യം അത് ഇപ്പോഴാണ് ഇങ്ങനെ കായ്ക്കും. അതിൻ്റെ അടിഭാഗത്ത് വിരിങ്ങൽ. അതിന് ഈ വർഷം കായ്ച്ചിട്ടേ ഇല്ല. പോരെ അന്ന് ഇപ്രാവശ്യം കായ്ച്ചിട്ടേ ഇല്ല. പിന്നെ എന്നാ ചെയ്യാൻ വേണ്ടോ? ഈ സൈഡിൽ ഓരോരുത്തരും എല്ലാവരും ചെയ്യുന്ന പണിയാണ്. അവിടെ നമ്മൾ എല്ലാം വിട്ട് ചോറക്കളി. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. ഇവിടെ വേക്കം വെച്ച് കൊടുത്താൽ മതി. കേട്ടോ, ഒരു ചോല ഇങ്ങോട്ട് വരിക. അപ്പുറത്തെ ടവർ വെച്ചു, ഇപ്പുറത്തുള്ളത് ടവർ വെക്കുക. എന്തിനാ? കുറെ മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളുണ്ട് എന്നാലേ ശരിയാവുള്ളൂ. അല്ലാതെ വേണ്ടല്ലോ. ഇവിടെ താഴോട്ട് ചേട്ടാ, ഇങ്ങോട്ട് മൊത്തം മാവ്. കണ്ണാവൂരും മൂവാണ് പിടിച്ചുണ്ട തോന്നുന്ന വാങ്ങ കേട്ടോ. ഇതിപ്പോൾ അടുത്ത മൂവാട്ടം വാങ്ങുന്നത് ഇപ്രാവശ്യം നല്ല മൂവാട്ടം വാങ്ങി. ഇപ്രാവശ്യം നല്ല മൂവാട്ടം വാങ്ങി എനിക്ക്. മൂവാട്ടം എല്ലാ കണ്ണാവരും ഒക്കെ ഇത് മുഴുവൻ കാട്ടു തന്നെ. മക്കളെല്ലാം അതിൻ്റെ ഇടക്കൂടി ഇങ്ങനെ കൊത്തിക്കളിച്ച് നല്ല ഇരുന്നത് നല്ലതാണ്. മാവ് മണ്ണൊക്കെ കിട്ടും, മാവിൻ്റെ വളർച്ചയും കിട്ടും. പക്ഷേ എന്താ ചെയ്യാ, പറഞ്ഞിട്ട് കാര്യമില്ലോ. അവർക്കും ജീവിക്കണ്ടേ. കണ്ടോ പോകണ്ട എന്താണ് പുളി. രസമല്ലേ? താമസിച്ച് കഴിച്ചാലും മാങ്ങ കിട്ടും കേട്ടോ. നല്ല മാങ്ങ ഉണ്ട് കിട്ടും. നല്ല വിളവാ. ഇപ്പം 10 ദിവസം കഴിക്കാം പച്ചക്ക്. പക്ഷേ മാങ്ങ ചെനത്തെ ഇങ്ങോട്ട് പക്ഷേ മാവ് നിൽക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇതുപോലെ മാവ് തന്നെ ആയിരിക്കണം. അതെ, ഇതുപോലെ മാവ് തന്നെ നിൽക്കണം. മറ്റു മരങ്ങൾ പാടില്ല. ഉണ്ടെങ്കിൽ മറ്റു മരങ്ങളുണ്ടെങ്കിൽ മാങ്ങ ഇതുപോലെ ഉണ്ടാകുകയില്ല. മാങ്ങയ്ക്ക് കിളിറ് കിട്ടിയല്ല, കളറുണ്ടാവില്ല. ഇതാണോ ഇതൊരു ചുമന്ന മാങ്ങ. ഇവിടെ കുറച്ച് കപ്പിലാണ്, അതിനെ കുറച്ച് മുത്തു കൊടുക്കും. ഇതൊരു വൈറ്റ് കളറിലെ ചുവന്ന മാങ്ങ. ഇവനെ ഇപ്പം ഒരു 10-15 ദിവസം കൊണ്ട് അത് വണ്ണം വെക്കും. അത് ഒരു വെറൈറ്റി മാങ്ങയാ അത്. വാ വാ അതിലോ മാവ് ഇങ്ങനെ അകന്നകന്ന് നിന്നാലേ കാര്യമുള്ളൂ. വാ അടുത്തടുത്ത് നിന്നാൽ മാങ്ങ ഉണ്ടാകുന്നു. ഓക്കെ, ഇത് മുള്ളനാ. അത് തിന്നേച്ചു, കപ്പ മുള്ളൻ തിന്നേച്ചു. പോട്ടെ, തിന്നാ നമ്മൾ ഇട്ടതുകൊണ്ടാണല്ലോ തിന്നാതെ. എന്നാലും നമുക്കാവും ബാക്കി വെച്ചാൽ അതതിനേക്കാളില്ല സാർ. ഈ മാവ് ഇപ്രാവശ്യം കായ്ക്കണ്ടായിരുന്നു. ഇത് അൽഫോൻസ വാങ്ങാൻ, പേരക്ക വാങ്ങാൻ നമ്മുടെ നാടൻ രീതി. പാലക്കാടൊക്കെ അൽഫോൻസ വാങ്ങാനായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ വർഷം കായ്ച്ചു.
അടുത്ത വർഷം നല്ല ഉണ്ടാവും. ഞങ്ങൾ നല്ലോണം കൃഷികളൊക്കെ ഇതല്ലേ ഇങ്ങനെ ചോരയില്ലാതെ പറന്നു നിങ്ങൾക്ക് നല്ല ആദായം കിട്ടും, വരുമാനമുണ്ട്. ശരിക്കും ഉണ്ടാകുകയാണെങ്കിൽ 10-20 കിണ്ടിൽ മാങ്ങ കിട്ടും. അതെല്ലാം കമ്പിട്ട് കെട്ടി നിർത്തണം. ഉണ്ടോ? ആ മാവ് കൃഷി അത്ര നോക്കുന്നതല്ല. ഇതുണ്ടോ? അത് ഇരിങ്ങലാണ് കേട്ടോ. ഇപ്പം ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് താഴോട്ട് വന്നു. ഇതുകൊണ്ട് വാഴ നോക്ക വെയിലിൻ്റെ ചൂട് കൊണ്ട് വെള്ളമടിച്ചിട്ട് ഒന്നും വേക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ നട്ട വാഴയാ മുഴുവൻ മഞ്ഞത്തി നിൽക്കുക. എന്നാ ചെയ്യാൻ? വെള്ളമില്ല, വെള്ളമുണ്ട്, പക്ഷെ ചൂട് കൊണ്ട് പിടിപ്പിക്കാൻ കഴിയില്ല. വേട്ടവാഴയാണ്. ചൂട് കൊണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ മാവിൻ്റെ ഇടക്കൊക്കെ ഇങ്ങനെ ഇടവള ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചൂട് കൊണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒന്നാടൻ കാണിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ടോ? വാഴ ഇങ്ങനെയല്ല, വാഴ ശരിക്ക് പറഞ്ഞാൽ നല്ല കറുത്ത് നിൽക്കും കണ്ടോ. ഈ മാങ്ങൊക്കെ പറിക്കാനേ പറിച്ചായിട്ട് പറിച്ചു നല്ല ക്ലിയർ ആയിട്ട് മൂത്തു. എന്തൊക്കെ വാവിൽ പിടിച്ച് വീഴാൻ തുടങ്ങി. മാങ്ങ ഇച്ചിട്ട് മൂത്ത എന്നാലേ അതിൻ്റെ കാര്യമുള്ളൂ. ഞാനിവിടെ പക്ഷേ വാഴ നോക്കണം, വാഴയുടെ കോലം കൊണ്ടോ. ഞാൻ അവിടെ പോയി നിൽക്കും. അടുത്തോ ഇത് പഞ്ചു കേട്ടെ. നമ്മുടെ ഈ രീതിക്ക് ഇല്ല, ഞങ്ങൾ കമ്പ് വെച്ച് നിർത്തിയിരിക്കും. ഞാൻ നിലത്തുനിന്ന് പറിക്കാൻ നീ വാങ്ങാം. അവിടെ ഇങ്ങനെ നിൽക്കണം. ഇതാണ് അടുത്ത വർഷം നല്ലൊരു വരുമാനം കിട്ടും. ഈ വർഷം മോശമില്ല. ഇതേപോലെ മാവിനെ നമ്മൾ നല്ലോണം നോക്കണം, എന്നാലും വാങ്ങിക്കൊണ്ട് ആദായം കിട്ടുള്ളൂ. കുഴിച്ച് വെച്ചിട്ട് പോയാൽ പോരാ. വാ, ഇതൊരു 10-20 കൊല്ലം കൊണ്ട് ആദായം വരുള്ളൂ കേട്ടോ. അതും പറഞ്ഞേക്കാം. പെട്ടെന്നൊന്നും കിട്ടുന്ന കാര്യം വിചാരിക്കണ്ട. ഞാൻ ഈ ആവർത്തിച്ച് ഏകദേശം 20 വർഷം ഉണ്ടോ, 20 വർഷം ആയതിന് അങ്ങോട്ട് നോക്കാം. ചില വെയിലിൻ്റെ ചൂട് കൊണ്ടാണ് വാഴ ഇങ്ങനെ നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട്, നനച്ചിട്ടുമുണ്ട്. ഇന്നലെ പിന്നെ നല്ലൊരു മഴയും കിട്ടി കണ്ടോ. മാവ് നിൽക്കുന്നിടത്ത് മാവേ പാടുള്ളൂ. ബാ ഈ കശ്മാവൊക്കെ മുറിക്കാൻ പറ്റും. ഈ കശ്മാവ് ഇതിനിപ്പോൾ ഉദാഹരണം പറയുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ, ഈ മാവ് ഇങ്ങോട്ട് പടരണമെങ്കിൽ ഈ കശ്മാവിന് മുറിക്കും. ഈ മാവ് ഇങ്ങോട്ട് പടരണമെങ്കിൽ അതിനൊരു മാർഗ തടസ്സമാണ്. ഇതേന്ന് കൂടിപ്പോൾ ഒരു 500 രൂപ 1000 രൂപയുടെ കിട്ടും. പക്ഷെ ഇതിൻ്റെ ഒരു കമ്പയിൽ നിന്ന് കിട്ടും 5000 രൂപയുടെ വാങ്ങാം. അതാണ് അതിൻ്റെ വ്യത്യാസം. ഞാൻ ഇങ്ങോട്ട് റോഡ് വെട്ടി, മാന്തോട്ടിലേക്ക് എല്ലാം റോഡ് വെട്ടിയിരിക്കുക. പണിക്കാർക്കൊന്നും ചുമക്കേണ്ട ആവശ്യമില്ല. മാങ്ങ പറിച്ചു വെക്കുന്നു, പീടപ്പാട്ട് കൊണ്ടുപോകുന്നു വണ്ടിയൊക്കെ. ഇതെനിക്കൊരു എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ള കാലത്തെ ഒരു വലിയ മാവാണ്. ഇതിനൊരു ഏകദേശം ഒരു 10-50 വർഷം പഴക്കമാണ് കേട്ടോ. 50 വർഷം പഴക്കം എന്ന് പറഞ്ഞാൽ വർഷം പഴക്കം എന്ന് പറഞ്ഞാൽ ഒരു ഭീമൻ മാവാണ്. വേറെങ്ങ പിന്നെ ഒന്നും കിട്ടരുത്. ബാ, കൂടുതലും ഇതിൻ്റെയൊക്കെ വിത്താണിത്. അല്ല, ഞാൻ ബഡ് ചെയ്തൊന്നുമല്ല. ബഡ് ചെയ്താൽ ഇപ്പം വേറെ മാവ് കായ്ക്കുന്നുണ്ട്. ബഡ് ചെയ്താലും മാവ് കായ്ക്കുന്നുണ്ട്. ഇതിൻ്റെ വിത്താണിത്. ഇതിൻ്റെ ഒരു കമ്പോട്ടിങ്. ഓക്കെ, ഇതൊരു 10-20 കിണ്ടിൽ മാങ്ങ കിട്ടും ഒറ്റ മാവിന് മര്യാദയ്ക്ക് കഴിച്ചാൽ. ഇതിൻ്റെ വിത്താണ് ഞാൻ എല്ലായിടത്തും എടുത്ത് വെച്ചിരിക്കുന്നത്. മാവിൻ്റെ വണ്ണം തന്നെ നോക്കും. പക്ഷെ ഇത് ഇതുപോലെ വളർന്നു വേണ്ടി മറ്റു ചോരോടൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് ഏകദേശം ഒരു 80 അടി 100 അടി വണ്ണം ഉണ്ടാവും. ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളൂ. ബാക്കി ഭാഗം കിടക്കുന്നു. അതിൻ്റെ വലുപ്പം കണ്ടോ. അതാണിത്. പഴം പ്രായമുള്ള മാവ.
ഇതിന്റെ വിത്താണ് എല്ലാം വെച്ചേക്കുന്നത്. ഓക്കെ, ഗുഡ് ബൈ.